ഇത് എൻ്റെ ബർത്ത്ഡേൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഒരു 31 വയസ്സുകാരി ആയിട്ടുണ്ട് ഞാൻ. റൂമിൻ്റെ പുറത്ത് സുജി മക്കളും കേക്കൊക്കെ സെറ്റാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കറക്റ്റ് 12 മണിക്ക് തന്നെ കേക്ക് കട്ട് ചെയ്യാം. ക്ലോക്ക് കണ്ട് ഞെട്ടണ്ട, ജസ്റ്റ് 11:10 ആയിട്ടുള്ളൂ. 12 മണിയൊക്കെ വരെ വെയിറ്റ് ചെയ്താൽ നമ്മൾ മക്കൾ നാളെ സ്കൂളിൽ പറഞ്ഞേക്കലുണ്ടാവില്ല. അതുകൊണ്ട് കേക്ക് കട്ടിങ് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും മുമ്പ് ആക്കാം അല്ലേ. അങ്ങനെ സുജി മെഴുകുതിരിയൊക്കെ കത്തിച്ച് എനിക്ക് ഊതാൻ പാകത്തിനൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വെച്ച് നമുക്ക് 2 ഫോട്ടോ എടുക്കാം അല്ലേ ആദ്യം. അത് കഴിഞ്ഞ് കേക്ക് കട്ടിങ് ചെയ്ത് ആദ്യം നമുക്ക് നമ്മുടെ ബെറ്ററാഫിന് കൊടുക്കാം. പക്ഷെ സുജി അത് എന്നെ കൊണ്ട് തന്നെ കഴിപ്പിച്ചു കേട്ടോ ആദ്യത്തെ പീസ്. പിന്നെ റെയിനുവിന് കൊടുത്തു, ആര്യന് കൊടുത്തു, പിന്നെ മമ്മിക്ക് കൊടുത്തു. ഈ ഒരു ക്രമത്തിൽ ഇത്ര ആൾക്കാരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ടോട്ടോക്കും ലിയോക്കും ഞാൻ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പാവം ഞാൻ മറന്നുപോയി. കേക്ക് കട്ടിങ്ങും മുഖത്താക്കലും ക്ലീനിങ്ങും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് തരുന്ന പരിപാടി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓൾറെഡി എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പൊ സുജി ഇത് മക്കളുടെ വകയായിട്ട് വാങ്ങി കൊടുത്തതാണ് കേട്ടോ എനിക്ക് തരാൻ വേണ്ടിയിട്ട്. 2 നല്ല അടിപൊളി പെർഫ്യൂം നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഉച്ചക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്തേ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നോട് ഇത് പറഞ്ഞാതെ ഇത്ര നേരം ഇവർ രണ്ടുപേരും മറച്ചു വെക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മക്കൾക്ക് സീക്രട്ടൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള പവർ ഇച്ചിരി കൂടി വരുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ കാക്കയും നീലും നയനും കൂടി ഇന്ന് വീഡിയോ കോൾ ചെയ്തതായിരുന്നു കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഉമ്മ, താത്ത, ഹണി ഇവരൊക്കെ കൂടിയിട്ടുള്ള അടുത്ത സെറ്റ് വീഡിയോ കോളും നടന്നു. പിന്നെ ലാസ്റ്റ് സെറ്റ് ബാബി ജനും കൂടി അടുത്തൊരു വീഡിയോ കോൾ. അങ്ങനെ വീഡിയോ കോൾ സ്റ്റോറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡ്രസ്സൊക്കെ മാറി ഒന്ന് എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയാലോ. അങ്ങനെ മക്കൾ സ്കൂളിൽ പോയ ഗ്യാപ്പില് ഞാനും സൂചിയും കൂടി ലഞ്ച് കഴിക്കാൻ പുറത്ത് പോകാന്ന് പ്ലാൻ ചെയ്തു. ലഞ്ചൊക്കെ കഴിച്ച് മക്കളെ സ്കൂളിൽ നിന്നും പിക്ക് ചെയ്ത് തിരിച്ച് അങ്ങനെ വരാന്നാണ് വിചാരം. ഞങ്ങൾക്ക് രണ്ടാക്കും അങ്ങനെ വിശക്കണമൊന്നുമില്ല. ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പേരിന് ഒരു സമാധാനപരമായിട്ട് എവിടെയെങ്കിലും പോയിരിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ചെറിയൊരു ലഞ്ചാണ് കഴിച്ചിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിച്ച് മക്കൾക്കുള്ള ഫുഡ് ചെറുതായിട്ട് പാർസൽ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. ഈ 2 സാധനമാണ് എനിക്ക് 1 മാസം മുമ്പേ സുജി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കാറിലൊക്കെ വെക്കാൻ പറ്റിയ മൊബൈൽ ഫോൺ ഹോൾഡർ ആണ്. അടുത്തത് ഏകദേശം ഒരു മൊബൈൽ ഫോണിന്റെ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ സെറ്റ് ആക്കി വെക്കാം. കറക്റ്റ് നമ്മുടെ ഫോൺ ഇതിലേക്ക് സ്ക്രീൻ മിറർ ചെയ്യാം. നമ്മുടെ സെൽഫി വീഡിയോ നമ്മൾ ബാക്ക് ക്യാമറയിൽ എടുക്കുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത്. ഞാൻ ഓൾറെഡി ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഉമ്മ തന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ എന്റെ ഫേവറേറ്റ് കളർ റെഡ് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ എന്റെ കുഞ്ഞു കുഞ്ഞു സെൽഫ് ഗിഫ്റ്റ്സ് ആണ്. കുറച്ച് നെയിൽ പെൻസ് വാങ്ങി, പിന്നെ ഒരു നോർമലി എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്ത വാങ്ങി, പിന്നെ 2 ഇയറിങ്ങും. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ബാബി ഒരു പ്ലാന്റ് ആണ് ഗിഫ്റ്റ് ചെയ്തത്. ഞാൻ ചെറിയൊരു പ്ലാന്റ് ലവർ ആയതുകൊണ്ട് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് താത്ത സ്വന്തമായിട്ട് തയ്ച്ചു കൊടുത്തയച്ച ഡ്രസ്സാണ്. ഇതാണ് അവളുടെ ഗിഫ്റ്റ്. ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ 3 ഇയറിങ്സ് ഹണി കൊടുത്തയച്ചതാണ്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നീനൂട്ടി തന്ന ഒരു വാച്ച് ആണ് കേട്ടോ. എല്ലാ ഗിഫ്റ്റും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഒരുപാട് പേര് എനിക്ക് ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും എനിക്ക് ബിഗ് താങ്ക്സ് കേട്ടോ. അപ്പൊ ശരി, ബൈ.